അസ്സലാമലൈക്കും ഗൈസ്. നമ്മൾ ഇൻഷാല്ലാ ഒരു ഫാം സ്റ്റേയിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകണം. നമ്മൾ കുറേ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഇത്ര ദൂരമ്പോൾ അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പോയോട്ടെ. അവിടുത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത്. പറഞ്ഞത് തന്നെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു ഗൈസ്. പറയും സബ്സ്ക്രൈബ് പറയും, ലൈക്ക് ഷെയർ. അതാണ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കണേ. അപ്പം നമ്മൾ ബനിയാസിൽ നിന്ന് ഒരു 25 മിനിറ്റ് അല്ലെ 20 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ ഒരു എമിറേറ്റ്സ് ഹെറിറ്റേജ് ക്ലബ്ബ് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ പോണത് സ്വൈഹാൻ ആണെന്നാണ് നമ്മൾക്ക് അറിഞ്ഞത്. ഈ ലൊക്കേഷൻ്റെ പേര് ബനിയാസിൽ നിന്ന് വളരെ അടുത്താണ്. ഏകദേശം അരമണിക്കൂർ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. സിറ്റിയിൽ നിന്ന് ചിലപ്പോൾ ഒരു 1 hour ടൈം ഉണ്ടാവും. ഓക്കെ, നമ്മളിതാ അബുദാബി അലൈൻ മെയിൻ റോഡിൽ നിന്ന് ഒരു എക്സിറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ എത്തണോട് കൂടിയിട്ട് നമുക്ക് കാണാം ഫാമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അബുദാബി കണ്ടാ? ഇവിടെ നമ്മള് അൽ വഫിയ എന്ന് പറയുന്ന ഒരു ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഭയങ്കര ഒരു പ്ലെയിൻ ഏരിയ ആണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ചിലപ്പോ നേരെ പോയി കഴിഞ്ഞാലാവും ഫാം. ഇവിടുന്ന് ഇനി ഒരു 5 മിനിറ്റ് കാണിക്കുന്നുണ്ട് സ്ഥലം. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് വണ്ടിയൊക്കെ ഇടുക. ആണ് സ്ഥലം. എന്താ ഈ നേരത്തെ ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയി തമ്പ്ര? എന്താ തിരിച്ചു വേണ്ടേ? ഇവിടുത്തെ കൃഷിത്തോട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ്. തക്കാളി ഉണ്ട്. അല്ല, കൃഷി എന്തൊക്കെയുണ്ട് മിസ്റ്റർ ബിഷാർ? ഇവിടെ എന്തൊക്കെ കൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്?
തക്കാളി ഉണ്ട്, കുക്കുംബർ ഉണ്ട്, പിന്നെ പയറ് ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു സലാഡിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. പിന്നെ വഴുതനങ്ങ ഉണ്ട്, നല്ല പാകമായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ മെയിൻ സാധനം എന്ന് പറയുന്നത് ക്യാബേജ് ആയിക്കൊണ്ടിരിക്കും. ഇത് ദിസ് ഈസ് വിളവെടുപ്പ് വൻ വിളവെടുപ്പ് കഴിഞ്ഞു. രക്ഷയില്ല. അടുത്തത് പിന്നെ കുറച്ചുകൊണ്ട് പോയാല് ഗ്രീൻ മുളകുണ്ട്, റെഡ് മുളകുണ്ട്, ക്യാബേജ് ഉണ്ട്. ഒന്ന് സലാഡിനുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ട്. ഫാമിനോട് തൊട്ട് ചേർന്നിട്ട് കുറച്ച് മയില്, കുറച്ച് പക്ഷികളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പ്രാവുണ്ട്, കോഴി നല്ല നാടൻ കോഴി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വൈബ്. ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുതിരകളുണ്ട്. നല്ല അടിപൊളി കുതിരകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടോട്ടലി ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 4 ബെഡ്റൂം റൂമുണ്ട്, വലിയൊരു കിച്ചൺ ഉണ്ട്, പുറത്ത് ബാർബിക്യൂനുള്ള ഏരിയ ഉണ്ട്, പിന്നെ പുറത്ത് കുറച്ച് ഇതുപോലത്തെ വളർത്തു മൃഗങ്ങളും സംഭവങ്ങളും, പിന്നെ ഫാമുണ്ട്, ചെറിയൊരു തക്കാളി, വഴുതനങ്ങ, ക്യാബേജ് ഇതൊക്കെ ആയിട്ടുള്ള ഫാമുണ്ട്. ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത് കുതിരകളാണ്. കണ്ടില്ലേ, അടിപൊളി കുതിരകളുണ്ട് ഇവിടെ. കറുത്ത കുതിരകൾ, വെള്ളക്കുതിരകൾ, എല്ലാ കുതിരകളും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ് സംഭവം. കുറച്ച് ഇടഞ്ഞ വായനാണിത്. ഇവനാളെ ശരിയല്ല, നോട്ട് ചെയ്യണം. ഹായ്, ഹൗ ആർ യു? ജോൺ അബ്രഹാം. ഇവിടെ ആയിട്ടൊരു കോർട്ടുണ്ട്. വോളിബോൾ കോർട്ടോ ബാഡ്മിൻ്റൺ കോർട്ടോ എന്തോ ആണ്, മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിനോട് ചേർന്നിട്ട് കുറച്ച് ആടുകളുണ്ട്. കവറിങ്ങാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ്. പോയേ കയ്യിൽ നിന്ന് പോയേ, പിന്നെയും പോയേ. എല്ലാരും അടിച്ചു കയറി വാ. എല്ലാരും അടിച്ചു കയറി വാ. പറയടാ കൊണ്ടുവരാൻ ആളടാ, ഒന്നുമില്ലേ ജോസേട്ടൻ മെൻഷൻ ചെയ്ത ഭാസ്കര. ദുബായ് നിന്ന് പറന്നു വന്ന കേരളത്തിൻ ജോസിടാ, ജോസേട്ടൻ പറഞ്ഞ വാക്കിനപ്പുറത്ത് ഇല്ലടാ. കൈവെള്ളിൽ കപ്പ വെച്ച് കുപ്പിയിലെ കള്ളടിച്ച് കരിമീനും ചാറ് മുക്കി കൊഞ്ചടിക്കിടാ. തിന്നു മുടിച്ച് പാമ്പാക്ക് ദുബായ് പോവാനുള്ളതാ. എല്ലാരും ഒരുമിച്ചാൽ അടിച്ച് കയറി വരാം നമുക്ക്. എല്ലാരും അടിച്ചു കയറി വാ. A few moments later. നക്കി നക്കി തിന്നാലേ നക്കിയേ
പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു. സഹൃദയരെ, ഏതാനും നിമിഷങ്ങൾക്കകം കലാദർശനയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയായി. അവന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് ഇവൻ, യവന്റെ മകനാണ് മറ്റവൻ, ആര് പ്രേമേന്ദ്രൻ. സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി, പറയാൻ മറന്നതെല്ലാം എന്നെ പറയൂ. പറയാം ഞാൻ പറയാൻ കൊതിച്ചതെല്ലാം, പറയാതിരുന്നതെല്ലാം ഇനി പറയാം. ഉണരാം, ഇനി കൊണ്ടാടാം, തുടങ്ങാം മധുമാരോത്സവം. ചാശകത്തിൽ ആറ്റിക്കൂറുക്കി വെച്ചുള്ള പഞ്ചാമൃതം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് രാജാത്തി. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. അപ്പോൾ ബാർബിക്യൂം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ അത്യാവശ്യം എൻജോയ് ചെയ്തു. ഇനി നാളെ നമ്മുടെ മെയിൻ പരിപാടി വെച്ചാൽ ഈ സ്വിമ്മിംഗ് പൂളിൽ ചാടുക എന്നുള്ളതാണ്. അതുകൂടാണ്ട് ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ എല്ലാ അടിപൊളി പരിപാടികളും കഴിഞ്ഞിട്ട് എല്ലാവരും ഓണായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലൊന്ന് ചാടണം. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ട്, പായസം ഉണ്ട്. അപ്പോൾ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ കിച്ചണിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഹലോ ഗൈസ്, നമ്മൾ ഇവിടുത്തെ പൂളിൽ ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഫുൾ ടീം ഉണ്ട്. ഹലോ ഗൈസ്, എല്ലാവരും പൂളല്ലേ? എല്ലാവരും പൂളിയല്ലേ? ചാടിയത് വീണതാ. അപ്പോൾ നമ്മളൊന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. ചിക്കൻ ബിരിയാണി
അപ്പോൾ നമ്മൾ ഈ ഫാം ഹൗസിനോട് വിട പറയുകയാണ്. നല്ലൊരു ഒത്തുചേരലായിരുന്നു സംഭവം. എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ എടുത്തു പറയേണ്ടതാണ് കുഞ്ഞിക്ക മാമയുടെ ബിരിയാണിയും പായസവും. അടിപൊളിയാണ്, പറയാണ്ടിരിക്കുക. രാവിലെ നേരത്തെ എണീറ്റിട്ട് എല്ലാവർക്കും ഈ കാണുന്ന എല്ലാവർക്കും ഫിഷ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കുഞ്ഞിക്ക മാമ. അത് അടിപൊളിയായിരുന്നു. പായസം അയ്യോ. പിന്നെ ഹെൽപ്പറുടെ സലാഡ് അടിപൊളിയായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരോടും അസ്സലാമു അലൈക്കും പറയണം.